പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിക്ക് പിന്നാലെ പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക്. കോട്ടയം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ ബുധനാഴ്ച സ്വകാര്യ ബസ് പണിമുടക്ക് നടത്തും. KSRTC സർവീസുകൾ കൂടുതലുള്ള ജില്ലകളിൽ പ്രതിസന്ധി കൂട്ടുന്നുവെന്ന് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി. കിലോമീറ്ററിന് 55 രൂപ വാടക സർക്കാർ സ്വകാര്യ ബസ്സുകൾ ഏറ്റെടുക്കണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അജിത് ബാബു ഉണ്ട് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. അജിത്ത്, ആദ്യം ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെടുമ്പോൾ പ്രശംസിച്ചു, പിന്നീട് പരാതി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്ന് അറിയിച്ചു. അപ്പോൾ മറ്റു മാർഗങ്ങൾ തേടാൻ സർക്കാർ നിർദ്ദേശിച്ചു. ഒടുവിലിപ്പോൾ സമരത്തിലേക്ക് എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. എന്താണ് ബസ് ഉടമകൾ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? എപ്പോഴായിരിക്കും സമരം ആരംഭിക്കുന്നത്? പണിമുടക്ക് എങ്ങനെയായിരിക്കും? ഗൗതം, ഇതൊരു ആദ്യഘട്ട സമരമാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 3 ജില്ലകളിലാണ് ഇപ്പോൾ ഒരു സമരം ഉണ്ടാകുന്നത്. അത് കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ്. പ്രധാനമായും 20 മിനിറ്റ് ഇടവിട്ടൊക്കെ ഇത്തരത്തിൽ ബസ്സുകൾ, പ്രിയദർശിനി ബസ്സുകൾ ഉള്ള സ്ഥലങ്ങളിൽ ഉൾപ്പെടെ വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് സ്വകാര്യ ബസ്സുകൾ അവർ നേരിടുന്നത്. കാരണം റൂട്ടിൽ ഓടാനുള്ള പണം പോലും ലഭിക്കാത്ത നിരവധി വീഡിയോകൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചിത്രീകരിച്ചുൾപ്പെടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ പങ്കുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്രയും ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, നമുക്ക് കണ്ടറിയാൻ കഴിയുന്ന കാഴ്ചയാണ്. അപ്പോൾ അതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാകാത്ത പശ്ചാത്തലത്തിലാണ് പ്രാഥമികമായി ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 3 ജില്ലകൾ സമരത്തിലേക്ക് കടക്കുന്നത്. പിന്നാലെ മറ്റു ജില്ലകളിലും സമാനമായ സമരം ആരംഭിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോൾ തീരുമാനിച്ചതനുസരിച്ച് കൂട്ടായ ഒരു സമരത്തിലേക്ക് അതിൻ്റെ അടുത്ത ഘട്ടത്തിലായിരിക്കും കടക്കുക. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ പോകും. നിലവിലിപ്പോൾ പ്രധാനമായും ആവശ്യം ഉന്നയിക്കുന്നത് കൃത്യമായി സർക്കാരിൻ്റെ ഒരു സംരക്ഷണം ആവശ്യമുണ്ട്. നേരത്തെ ഈ നികുതി ഇളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും പറയുന്നത് പ്രായോഗികമല്ല. കണക്ക് പറയുമ്പോൾ അത് വലിയ നമ്പറാണെങ്കിലും പ്രായോഗികമായി വരുമ്പോൾ അതൊരു ചെറിയ തുക മാത്രമാണ്. അതുകൊണ്ട് ഇപ്പോൾ നിലവിലുണ്ടാകുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയില്ല. നേരത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് പ്രതിസന്ധി തുടങ്ങിയത് ഇവിടെ നിന്നല്ല എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ അസോസിയേഷൻ ഉൾപ്പെടെ പറയുന്നത് തങ്ങളുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ഇപ്പോൾ പ്രിയദർശിനി ബസ്സുമായി ബന്ധപ്പെട്ട ചെയിൻ സർവീസുകളുള്ള സ്ഥലങ്ങളിൽ ഒരു തരത്തിലും ആളുകൾ പോലും കയറാൻ കഴിയുന്ന സ്ഥിതിയുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അതായത് സാധാരണ പുരുഷന്മാരുൾപ്പെടെ തങ്ങളുടെ വാഹനത്തിൽ കയറുന്നില്ല. കുടുംബമായി എത്തുന്ന ആളുകൾ, ഒരു കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ സൗജന്യ യാത്രയ്ക്കായി ഇത്തരത്തിൽ പ്രിയദർശിനി ബസ്സുകളിലേക്ക് കയറുന്നു. അതോടുകൂടി തങ്ങളുടെ ബസ്സിലേക്ക് എത്തിയിരുന്ന പുരുഷന്മാരടക്കം കയറാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇതോടുകൂടി വലിയ പ്രതിസന്ധിയിലാണ്. ഇക്കാര്യത്തിൽ അടിയന്തരമായി പരിഹാരം ഉണ്ടാകണം. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സ്വകാര്യ മേഖല നിലനിന്ന് പോകാൻ ആവശ്യമായ ഉതകുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം. അല്ലാത്ത പക്ഷം സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കമ്മിറ്റികളും ഒരുമിച്ച് ചേർന്നുള്ള പ്രക്ഷോഭ പരിപാടികൾ അടുത്ത ഘട്ടത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് സമരക്കാർ അറിയിക്കുന്നത്.